Hey guys, let's do a get ready with me. So first thing first, എന്നിടണം. സോ ഞാൻ ഒരു കുർത്ത സെറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സൺഡേ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ്. സൺപ്ലസ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. 2 ഫിംഗർ മെത്തേഡ് വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഡൺ. നൗ നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഐബ്രോ ആണ്. എൻ്റെ പാലറ്റ് ഒന്നും നോക്കരുത്, എൻ്റെ മോളാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ആൾ. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ ബ്രോ ചെയ്യാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാലറ്റ് ഏതാണ്? പാക്കിൻ്റെ പാലറ്റാണ്, ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രോസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഐ ഷാഡോ യൂസ് ചെയ്യാൻ പോകണം. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയാണ്. ആ പാലറ്റും എൻ്റെ മകൾ 2 കളർ അതിൻ്റെ കളഞ്ഞിട്ടുണ്ട്. സോ അതിൽ ഞാനൊരു എവറിഡേ കളറുണ്ട്. ഇത് നല്ലൊരു പാലറ്റാണ്. അതിൽ ഒരുപാട് നല്ല എവറിഡേ ഷെയ്ഡുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്തിട്ട് ദിസ് ഇസ് മൈ ഗോ ടു ഷെയ്ഡ്. ഇത് ഞാൻ നന്നായിട്ട് ഐലിഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടല്ല, കുറച്ച്. നമ്മൾ പുറത്ത് പോവുക, സാധാരണ ബസ്സിലൊക്കെ കയറി പോകുന്ന സമയത്ത് നമുക്കൊരു മിനിമൽ മേക്കപ്പ് അല്ലേ പറ്റുള്ളൂ. സോ അതിന് പറ്റിയത്. അപ്പം ഞാൻ 2 കണ്ണിലും ഒരേപോലെ ആയോ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുകയാണെ. നെക്സ്റ്റ് കാജൽ എഴുതാൻ പോവാണ്. ആൻഡ് ഇതൊരു മസ്റ്റ് സംഭവമാണ്. ഞാൻ എങ്ങോട്ട് എപ്പോൾ പോവുകയാണെങ്കിലും കാജൽ ആൻഡ് ഐബ്രോ ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റില്ല. ആൻഡ് ലിപ്സ്റ്റിക് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് കണ്ണെഴുതുന്ന ശീലമുണ്ട്. ആൻഡ് പുരിക്കെഴുതുന്ന ശീലവും. ലിപ്സ്റ്റിക്കൊക്കെ പിന്നെ വന്നതാണ്. ആൻഡ് ഞാൻ ലോവർ ലിഡിലാണ് എഴുതാറുള്ളത്. അപ്പർ ലിഡിൽ ഞാൻ എഴുതാറില്ല. ഐലൈനറൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാജൽ മൈഗ്ലാമിൻ്റെയാണ്. ട്രാൻസ്ഫർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ടെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്കെപ്പോഴും കാജൽ സ്മഡ്ജ് ചെയ്തിരിക്കുന്നതാണ് ഇഷ്ടം. സോ ഞാൻ ആ ഐ ഷാഡോയിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇതിൻ്റെ കാജലിൻ്റെ മേലെ കൂടെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. യു ക്യാൻ യൂസ് ബഡ്സ്, ഈവൻ ഫിംഗേഴ്സ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ കുറച്ച് പ്രൊഫഷണലായിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. ഞാൻ ഇത്രയും ബ്രഷസൊന്നും ഇപ്പം നമ്മൾ പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത് പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, സോ യു സീ ദി ഡിഫറൻസ്. അപ്പം ഞാൻ അപ്പർ ലിഡ് എഴുതാറില്ല എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഈ ലെഫ്റ്റ് ഓവർ വന്നിട്ടുള്ള ഈ ബ്രഷിലുള്ളത് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്മഡ്ജിങ് അതാണ് എൻ്റെ മേക്കപ്പിൻ്റെ പ്രധാന റൂൾ. ഓക്കെ, അപ്പം ഞാനതിങ്ങനെ ഇപ്പുറത്തെ കണ്ണിലും ഞാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അപ്പം നമ്മുടെ കണ്ണുകളെല്ലാം നല്ല വിടർന്നിട്ടുണ്ട്. നൗ മൂവിങ് ഓൺ ടു ലിപ്സ്. ഫസ്റ്റ് ലിപ്പ് ലൈൻ ചെയ്യാണ്. നമ്മളെ ലിപ്പ് എപ്പോഴും നല്ല പ്ലംബ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ബിഗറായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് എന്ന് പറയുന്ന ലിപ്പ് ലൈനറാണ്. നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്യുക. അത് ഓവർലൈൻ ചെയ്യുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ ഉള്ള ലിപ്പിൻ്റെ തന്നെ ഔട്ടർ ലൈനിൽ കൂടെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് വരും. സോ അത് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു ലിപ്പ് ഷെയ്ഡ്, എവറിഡേ ഷെയ്ഡ്, ദിസ് ഇസ് ബെസ്റ്റ് എവറിഡേ ഷെയ്ഡ്. പക്ഷേ ഇത് ഞാൻ മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. സോ ഞാനത് നെയിം ചെയ്തതിലും കാര്യമില്ല ഇവിടെ. സോ അത് എനിക്ക് പേരേതാന്നും അത്ര ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എപ്പോഴും വെയ്റ്റ് വൈബ്സ് നമ്മൾ അടുത്ത് വെച്ചിട്ട് മാത്രമേ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്പ് ഷെയ്ഡ് ഇട്ടതിന് ശേഷം നമ്മൾ വെറ്റ് വൈബ്സ് വെച്ച് ചുറ്റും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒന്നുകൂടി ഞാൻ ഓവർ ലൈൻ ചെയ്ത് കൊടുത്ത് ലിപ്പ് ലൈനർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നല്ല ഡിഫൈൻഡ് ആയിട്ടിരിക്കും ലിപ്സ്. ദെൻ എൻ്റെ കയ്യിൽ മസ്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്പ് ടിൻറ്റ് പോലത്തെ സംഭവമുണ്ട്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ വരുന്നതാണ്. സോ അത് ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്നർ കോർണർ, അത് ഉള്ളിൽ നിന്ന് ഒരു നാച്ചുറൽ ഒരു ബ്ലഷല്ല എന്താ പറയുന്നത്, ഒരു ഉണർവ് തോന്നില്ലേ, അത് വരും. നോ ഞാൻ കൺസീലർ ഇടാൻ തുടങ്ങിയിട്ടോ. ഞാൻ കൺസീലറൊന്നും പുറത്ത് പോകുമ്പോൾ ഇടാറില്ല. ഇത് ഞാൻ വെറുതെ വീഡിയോയിൽ കുറച്ച് ഭംഗിയിൽ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്.
സോ അത് ഞാൻ എൻ്റെ ഇവിടെ ചീക്കിൽ രണ്ടിടത്തും നന്നായിട്ടുണ്ട്, അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു സെറ്റിംഗ് സ്പ്രേയിൽ ഇതിനെന്താ പറയുന്നത്, സ്പഞ്ച് എന്നല്ലേ, സ്പോഞ്ച് എന്താ പറയുന്നത്, ആ സാധനത്തിൽ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആക്കിയിട്ട് ഞാനിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അന്നേരം നന്നായിട്ട് നമ്മുടെ മുഖത്ത് ഇതെല്ലാം ഈവൻലി എത്തും. അപ്പം ഞാൻ വളരെ ചെറിയ ചെറിയ ഡോട്ട്സാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൺസീലറിൻ്റെ ബ്രാൻഡ് സ്വിസ് ബ്യൂട്ടി. അത് നല്ല സൂപ്പർ കൺസീലറാണ് കേട്ടോ, ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. ആൻഡ് അതിൻ്റെ പെർഫോമൻസ് ഇസ് റിയലി ഗുഡ്. നൗ ഞാനപ്പോൾ ഫോർഹെഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മൂക്കിലും ചീക്കിലും. എനിക്ക് ചീക്കിൽ പാടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ കഴുത്തിനും ചെയ്യണം. ദെൻ ഞാൻ ഫൈനലി എൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. ഈ ദുഷാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ്, നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. സോ അതും ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് മുഖത്തെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്, കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അതോടെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞില്ലേ? യാ കഴിഞ്ഞു. ഇല്ല, ഓക്കെ. അപ്പോഴും ഞാൻ ഓർത്തെ കുറച്ച് ഹൈലൈറ്റ് ആയിക്കൂടെ എന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഹൈലൈറ്റർ എൻ്റെ കയ്യിൽ ഇല്ല, അതെൻ്റെ മോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഐ ഷാഡോയിൽ തന്നെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് മൂക്കത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രസമല്ലേ, ഒരു സൺ കിസ്ഡ് ലുക്കൊക്കെ ആവാൻ നല്ല അടിപൊളിയാവും. അത് ഫ്രണ്ട് ക്യാമിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര വിസിബിൾ ആവില്ല. ആൻഡ് നൗ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റ് ഐ ബോട്ട് ഫ്രം ആമസോൺ. ആൻഡ് ബിന്ദി ഇല്ലാണ്ട് നമുക്കൊരു പരിപാടിയില്ല. ഓൾസോ കുപ്പിവള. സിൻസ് ഈ ഡ്രസ്സസ് ഒരു കലംകാരി ടച്ച് ഉള്ളതായതുകൊണ്ട് കുറച്ച് ഒരു ഇങ്ങനെ വളയ്ക്കിട്ട രസമുണ്ടായിരിക്കും. ആൻഡ് ദ ചപ്പൽ ഈസ് ഫ്രം മിന്ത്ര. അതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.